السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഇൻഫോ ഇസ്ലാമിക് സ്റ്റുഡിയോയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ വിട പറയാൻ നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഏറെ നൊമ്പരങ്ങളും വേദനയും മനസ്സിൽ പേറിക്കൊണ്ടാണ് വിശ്വാസികൾ റമദാനിനോട് സലാം പറയുന്നത്. നാം പോകരുത് എന്നാഗ്രഹിച്ചാലും പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് അകലുക തന്നെ ചെയ്യും. അടുത്ത റമദാൻ വരുമ്പോൾ ആരൊക്കെ ബാക്കിയുണ്ടാകുമെന്ന് പറയാൻ, ആ റമദാനിനെ സ്വീകരിക്കാൻ ആരൊക്കെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു തആല ഇനിയും ധാരാളം പ്രാവശ്യം പരിശുദ്ധ റമദാനിനെ കണ്ടുമുട്ടാനും ആ റമദാനിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിനെ യാത്ര അയക്കുന്ന അവസാന നിമിഷത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ഒരു വിഷയമാണ് ഫിത്ർ സക്കാത്ത് എന്നത്. ഫിത്ർ സക്കാത്ത് വഹിയ സക്കാത്തുൽ ബദൻ, അത് നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്താണ്. സാധാരണ നാം കൊടുക്കാറുള്ള സക്കാത്ത് അത് സമ്പത്തിൻ്റെ സക്കാത്താണ്. എന്നാൽ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്താണ്. പരിശുദ്ധ റമദാനിൽ ഈ ഒരു മാസക്കാലം റമദാനുമായി ബന്ധപ്പെട്ട് വല്ല തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചു കളയാനും പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും ഒക്കെ സ്വീകരിക്കപ്പെടാനും പര്യാപ്തമായ നിലക്കാട് ഇസ്ലാം സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ സക്കാത്തുൽ ഫിത്ർ എല്ലാവരും കൊടുക്കേണ്ട ഒരു സക്കാത്താണ്. വെറും മുതലാളിമാർ മാത്രം കൊടുക്കേണ്ട ഒന്നല്ല. മറ്റ് സക്കാത്ത്, സമ്പത്തിൻ്റെ സക്കാത്ത് സമ്പത്തുള്ള ആളുകൾ മാത്രം കൊടുക്കേണ്ടതാണ് അതിൻ്റെ ഹിസാബെത്തിയാൽ. പക്ഷേ ഈ സക്കാത്ത്, ഫിത്ർ സക്കാത്ത്, പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ അന്നം കഴിച്ച്, അന്നത്തെ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളും, അന്നത്തെ ഭക്ഷണത്തിനുള്ള വക കഴിച്ച് ബാക്കി മിച്ചമുള്ള സർവ്വ ആളുകളും സക്കാത്തുൽ ഫിത്ർ കൊടുക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ തീരുമാനം. അത് മുസ്ലിമീൻ, ചെറിയതും വലുതും ആണും പെണ്ണുമായി മുഴുവൻ മുസ്ലിമീങ്ങളുടെയും സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം എന്ന് ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സക്കാത്തുൽ ഫിത്റിൻ്റെ കണക്ക് ഏകദേശം 2.5 കിലോ. നമ്മുടെ രാജ്യത്ത് ഭക്ഷണമായി ഉപയോഗിക്കുന്ന, സാധാരണ നാം ഭക്ഷണമായി ഉപയോഗിക്കാറുള്ളത് അരിയാണ്. 2.5 കിലോ വെച്ചുകൊണ്ട് ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ആർക്കാണ് കൊടുക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ നാടുകളിൽ കാണുന്ന ഫിത്ർ സക്കാത്തിൻ്റെ അതിൻ്റെ വിതരണം ഞാൻ എൻ്റെ അയൽപക്കത്തുള്ള ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കും, അവർ അവരുടെ ഫിത്ർ സക്കാത്ത് എൻ്റെ വീട്ടിലേക്കും കൊണ്ടുവരും. ഇങ്ങനെ പരസ്പരം ഒരു കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഫിത്ർ സക്കാത്തിൻ്റെ വിതരണമാണ് നമ്മുടെ നാടുകളിൽ കാണുന്നത്. ആ ഫിത്ർ സക്കാത്ത് യഥാർത്ഥത്തിൽ ആ ഫിത്ർ സക്കാത്ത് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ഏതൊന്നിനും ആർക്കാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, അതെപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളെ പറയുന്നത് ഫഹും അൽ ഫുഖറാഹു വൽ മസാകീൻ, അത് ഫക്കീറുകൾക്കാകണം, അത് മിസ്കീന്മാർക്കാകണം. നമ്മുടെ നാട്ടിലെ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, അതല്ലെങ്കിൽ വരുമാനമുണ്ടായിട്ടും ആ വരുമാനം കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ പശിയടക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അവർക്ക് മാത്രം കൊടുത്താലേ ഫിത്ർ സക്കാത്ത് വീടുകയുള്ളൂ.
സമ്പന്നനായ ആളുകൾക്ക്, അത്യാവശ്യം ജീവിക്കാൻ മാർഗമുള്ള ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ നമ്മുടെ കടം വീടുകയില്ല എന്ന ഒരു തിരിച്ചറിവ് തീർച്ചയായും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഫിത്ർ സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക, അതിൻ്റെ കൃത്യമായ അളവ് കൊടുക്കുക. അതേ പ്രകാരം അതിൻ്റെ സമയം വളരെ കൃത്യമാണ് ഇസ്ലാമിൽ. എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? നാളെ പെരുന്നാളാണ് എന്ന് അറിഞ്ഞ ആ സമയം മുതൽ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയം വരെയാണ് ഫിത്ർ സക്കാത്തിൻ്റെ ടൈം. നാളെ പെരുന്നാളാണെങ്കിൽ ആ പെരുന്നാളാണെന്ന് അറിഞ്ഞ ആ സമയം മുതൽ നമസ്കാരത്തിൻ്റെ സമയം വരെ, പെരുന്നാൾ നമസ്കാരം അവസാനിക്കുന്നതിൻ്റെ ഉള്ളിലായി ഫിത്ർ സക്കാത്ത് കൊടുത്തു വിട്ടണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ ഫിത്ർ സക്കാത്ത് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷവും മാറ്റിവെച്ചാൽ, അതുവരെ കൊടുക്കാതിരുന്നാൽ അത് ഫിത്ർ സക്കാത്ത് ആവുകയില്ല, മറിച്ച് അത് വെറും ഒരു സ്വതക്ക മാത്രമായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ സക്കാത്തുൽ ഫിത്ർ ആയി പരിഗണിക്കണമെങ്കിൽ നമസ്കാരത്തിന്റെ മുമ്പ് അതിന്റെ അവകാശികൾക്ക് കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കാത്തുൽ ഫിത്ർ തുഹ്റത്തുൽ ലിസ്വായിം. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് അത് തുഹ്റത്തുൽ ലിസ്വായിം മിനൽ ലഗ്വി വറഫസ്, നോമ്പുകാരന്റെ അവന്റെ ഭാഗത്ത് നിന്ന് വന്ന അനീതികളും അവന്റെ ഭാഗത്ത് നിന്ന് വന്ന പോരായ്മകളെയും പരിഹരിക്കുവാനും ശുദ്ധീകരിക്കുവാനുമുള്ളതാണ്. അതുപോലെ പട്ടിണി പാവങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഭക്ഷണവുമായിട്ടാണ് ഫിത്ർ സക്കാത്ത് പരിഗണിച്ചിട്ടുള്ളത്, അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെതായ അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും, കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് അതിന്റെ സമയത്താണ് കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും, ഞാൻ കൊടുക്കുന്ന എൻ്റെ ഫിത്ർ സക്കാത്ത് അത് തീർച്ചയായും അത് അവകാശികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.